പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 2025 ആദ്യത്തെ വിശുദ്ധ ദിനം ഈ ഞായറാഴ്ച ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ബലപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വചനം. 2 Corinthians chapter 1 verse 4 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കൊരിന്തിലുള്ള സഭയ്ക്കും അഖായയിലുള്ള വിശ്വാസികൾക്കും പൗലോസ് തിമത്തിയോസിനോട് ചേർന്ന് കത്തെഴുതുകയാണ്. അന്നത്തെ കൊരിന്ത് എല്ലാ നിലയിലും ഉന്നതമായ പദവി അലങ്കരിച്ചിരുന്നു. സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി, ബിസിനസ് പരമായി എല്ലാ നിലകളിലും. അങ്ങനെ ഔന്നതയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വേണ്ടാത്ത സ്വഭാവ വൈകൃതങ്ങളും ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ ദേശത്ത് അന്ന് നടമാടിയ പലതും കൊരിന്ത് സഭയിലും നുഴഞ്ഞു കയറി. പൗലോസ് തന്റെ 1-ാം ലേഖനത്തിൽ വളരെ ശക്തമായി അതിനെ ശാസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പൗലോസ് അഖായയിലുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്തിലെ സഭയ്ക്ക് 2-ാമത്തെ തന്റെ കത്ത് എഴുതുമ്പോൾ പറയുകയാണ്: ദൈവവേലയുള്ള ഞങ്ങളും കഷ്ടവും ബുദ്ധിമുട്ടും രോഗവും പ്രയാസവും അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളും പലവിധ പ്രശ്നങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ ഞങ്ങൾ ദൈവത്തെ നോക്കി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതു വേദനയുള്ളവരെയും ഭാരമുള്ളവരെയും വിഷമമുള്ളവരെയും ആശ്വസിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ സങ്കടവും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങളെ ഞങ്ങളുടെ വേദനയിൽ ആശ്വസിപ്പിക്കുന്നു, ഞങ്ങളെ വചനത്താൽ ഉറപ്പിക്കുന്നു, ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. തന്മൂലം മറ്റുള്ളവരെ, ഏതൊരു വേദനയിലുള്ളവരെയും ആശ്വസിപ്പാനും അവരെ സമാധാനത്തിലേക്ക് നയിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ പ്രാപ്തരായിത്തീരുന്നു. പ്രിയ ദൈവമക്കളെ, ക്രൈസ്തവ ലോകത്തിൽ പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വളരുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. എന്റെ കൂട്ടായ്മയിൽ വന്നാൽ, ഞങ്ങളുടെ സഭയിൽ വന്നാൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ വന്നാൽ, ഞങ്ങളുടെ കൂടെ ചേർന്നാൽ എല്ലാം ശരിയാകും, നിങ്ങൾക്കെല്ലാം കിട്ടും, രോഗം മാറും, ബന്ധനം മാറും, കെട്ടുകൾ പൊട്ടും,
മക്കൾക്ക് അനുഗ്രഹമാകും, വലിയ വീട് കിട്ടും എന്നു വേണ്ട. ലോകപ്രകാരമുള്ള സകലവും ഓഫർ ചെയ്ത് ആത്മീയതയെ കച്ചവടവത്കരിച്ചിരിക്കുകയാണ്. എന്നാൽ പൗലോസ് എന്താണ് പറയുന്നത്? ഒരു ദൈവപൈതലിന് അവൻ്റെതായ പ്രശ്നമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദൈവജനം തെറ്റിദ്ധരിക്കാതെ ഓർക്കുക, എനിക്ക് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിന്റെ മധ്യേ ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ തമ്പുരാൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനാൽ നമ്മുടെ അടുക്കൽ വരുന്ന, അല്ലെ നാം ബന്ധപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഏതുവിധ പ്രശ്നത്തിലും അവരെ ആശ്വസിപ്പിക്കുവാൻ നാം പ്രാപ്തരായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ വേദനയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും മധ്യേ പോകുന്ന ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 2 കൊരിന്ത്യർ 1:4 തമ്പുരാൻ നമ്മെ, അതായത് ഒരു ദൈവ പൈതലിനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ഉറപ്പിക്കും. എന്തിനാണെന്നറിയാമോ? നമുക്ക് ചുറ്റും വേദനയിലും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും അനേകരുണ്ട്. അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, അവരെ ദൈവകൃപയിൽ നിർത്തുവാൻ, അവരുടെ സംശയങ്ങളും അവരുടെ പിന്മാറ്റങ്ങളും മാറ്റി ദൈവകൃപയിൽ അവരെ വളർത്തി ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളും പ്രാപ്തരായി തീരണം. നാളുകളായി ക്രിസ്തീയ പാരമ്പര്യം പറയുകയും ആരാധനയൊന്നും മുടങ്ങാതെ, ഇന്നും വിശുദ്ധ ദിനമാണല്ലോ, രാവിലെ പോകാൻ തയ്യാറാവുകയല്ലേ, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വർഗീയ ആശ്വാസം പ്രാപിക്കുകയും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഉള്ളവരെ ഞാൻ നിങ്ങളും എത്രത്തോളം ആശ്വസിപ്പിക്കുന്നു, എത്രത്തോളം അവരെ ദൈവകൃപയിൽ പരിപാലിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങളും ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ ഞായറാഴ്ച അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവമക്കളെ, നമുക്കുള്ള വളരെ വ്യത്യസ്തമായ ഒരു ദൂതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എന്റെയും നിങ്ങളുടെയും സങ്കടം, വിഷമം, വേദന, രോഗം, ദുഃഖം, കടബാധ്യത, നിയമപ്രശ്നം, കുഞ്ഞുങ്ങളുടെ വിഷയം, ഭാവി വിഷയം, വീസ വിഷയം, സകലവും അറിയുന്ന ദൈവം എന്നെയും നിങ്ങളെയും ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കും. ആ ആശ്വാസവും കിട്ടി സ്തോത്രം പറഞ്ഞ് കൂടിപ്പോയാൽ ഒരു സാക്ഷ്യവും പറഞ്ഞ് വീട്ടിലിരിക്കാനല്ല, നമുക്ക് ചുറ്റും നമ്മേക്കാൾ വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും ഉള്ളവരുണ്ട്. അവരെ നമുക്ക് ലഭിക്കപ്പെട്ട സ്വർഗീയ ആശ്വാസം പകർന്ന് അവരെയും നിത്യ ആശ്വാസദായകനായ യേശുവിലേക്ക് ആനയിക്കണം എന്ന് ഇന്നത്തെ വാക്യത്തിൽ കൂടെ അർത്ഥമാക്കുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആശ്വാസം മറ്റുള്ളവർക്ക് പകരുകയും അവരെ യഥാർത്ഥ ആശ്വാസത്തിന്റെ ഉറവിടമായ കർത്താവിലേക്ക് ആനയിക്കുകയും ചെയ്യണം. അങ്ങനെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, വിടുതലോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ജീവജലത്തിന്റെ പ്രേക്ഷകരായ ദൈവമക്കളെ, ഇന്നത്തെ ദിനം, ഇന്നത്തെ വചനപ്രകാരം നാം ദൈവവചനത്തിൽ ഉറച്ച് ആശ്വാസം പ്രാപിക്കുകയും നമ്മിൽ കൂടെ അനേകർ ആശ്വാസം അനുഭവിക്കുകയും അങ്ങനെ യഥാർത്ഥ വിടുതലിന്റെ സൗഖ്യത്തിന്റെ ദാതാവായ കർത്താവിനെ കണ്ടുമുട്ടി
ധന്യമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, 2025 ഒന്നാമത്തെ വിശുദ്ധ ദിനം പല രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്കൊന്നിച്ചങ്ങയെ സ്തുതിപ്പാൻ, ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിപ്പാൻ കർത്താവ് ഒരുക്കിയ വലിയ അനുഗ്രഹത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ പ്രയാസത്തിലും പരിശോധനയിലും സങ്കടത്തിലും വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നത്, അപ്പം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത്, അപ്പം ഞങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്നത്, ഞങ്ങൾ വേദനയിലും സങ്കടത്തിലും വിഷമത്തിലുമുള്ള അനേകരെ ആശ്വസിപ്പിക്കുവാനും ആ ആശ്വാസപ്രദായകനായ കർത്താവിലേക്ക് അവരെ നയിക്കുവാനുമാണെന്ന് ഈ വിശുദ്ധതിനെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളുമായി അടുത്തു വരുന്നു. തമ്പുരാൻ, ഞങ്ങളോട് അടുത്തു വരണമേ, ഞങ്ങളോട് ഇടപെടണമേ, ദൈവകൃപ ചൊരിയണമേ. നിത്യാശ്വാസകനായ അങ്ങയിൽ കൂടെ നിത്യാശ്വാസം പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ട വചനം നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല എന്നാണ്. മാത്രമല്ല, നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്നാണ്. ആകയാൽ ആ ആശ്വാസം പ്രാപിക്കുന്നത് ഞാനും നിങ്ങളും മറ്റുള്ളവരിലേക്ക് ആശ്വാസം പകരുവാനും അവരെയും കൂടെ നിത്യാശ്വാസദായകനായ യേശുവിലേക്ക് അടുപ്പിച്ച് നമുക്കൊന്നിച്ച് ദൈവകൃപ അനുഭവിപ്പാനും നിത്യത തുറമുഖത്ത് വസിപ്പാനും കർത്താവ് ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.